ഗാസയിൽ IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ്, അവർ ഗ്രൗണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് കരയുദ്ധം. മനസ്സിലാക്കണം, ഒന്നൊന്നര മാസം മുമ്പ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട് ഗാസയുടെ പല ഭാഗത്തു നിന്നും മാറിക്കൊടുത്തു. പക്ഷെ തിരിച്ചുള്ള ഈ അതേപോലെ റെസ്പോണ്ട് ചെയ്യേണ്ട ഹമാസിൻ്റെ പല പ്രവർത്തികൾ, ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിനകത്ത് പറഞ്ഞിരുന്നതാണ് എത്ര പേര് ജീവനോടുണ്ട് അവരുടെ ലിസ്റ്റ് കൊടുക്കണം, അതുപോലെ ഒറ്റയടിക്ക് ഈ പറയുന്ന ആൾക്കാരെ വിടണം. അത് ഘട്ടം ഘട്ടമായിട്ട് വിടൽ നടക്കത്തില്ല. അപ്പം അതിനെ അവർ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ നെഗോസിയേഷൻ പാർട്ട് ഏകദേശം ഡീറെയിലായി. അതിനകത്ത് നേരിട്ടുള്ള ചർച്ചയായിരുന്നു അമേരിക്ക നടത്തിയിരുന്നത് ഈജിപ്തിൽ വെച്ച്. ഇതിൻ്റെ ഭാഗമായിട്ട് പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ അമേരിക്കയുടെ സമ്മതത്തോടുകൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കരയുദ്ധം നടത്തുന്നത്. ഇസ്രായേലി ഗവൺമെൻറ് പറയുന്ന സ്ട്രാറ്റജിക് പ്ലേസുകളിലാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്, പക്ഷേ ഞങ്ങളത് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഹെലികോപ്റ്ററിൽ കൂടെ ഇവർക്ക് നോട്ടീസ് പാംപ്ലെറ്റ് വിതരണം ചെയ്തു. എന്നിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോകണം.